കർത്താവിൻ്റെ അതിവിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അപ്പോസ്തലൻ പൗലോസ് റോമർക്ക് ലേഖനം എഴുതുമ്പോൾ 14-ാമത്തെ അധ്യായം 7-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: നമ്മിൽ ആരും തനിക്കായി തന്നെ ജീവിക്കുന്നില്ല, ആരും തനിക്കായി തന്നെ മരിക്കുന്നതും ഇല്ല എന്ന്. നാം ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഓരോ മനുഷ്യൻ്റെ ജീവിതവും അതൊരു കർത്താവിൻ്റെ ഒരു ദാനമാണ്. ഒരു ജീവനായാലും ജീവിതമായാലും ഓരോ മനുഷ്യർക്കും കർത്താവ് നൽകുന്ന ഒരു ദാനമാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ തനിക്കായി ഒന്നും ചെയ്യുന്നില്ല, തനിക്കായി ജീവിക്കുന്നും ഇല്ല, തനിക്കായി മരിക്കുന്നും ഇല്ല എന്ന് ദൈവവചനം നമ്മളെ പറയുന്നു. അപ്പോൾ നാം എന്ത് പ്രവർത്തിച്ചാലും ചെയ്താലും ക്രിസ്തുവിന് വേണ്ടി എന്നുള്ള ബോധ്യത്തോടുകൂടെ നാം ചെയ്യണം. നാം പലരും മനുഷ്യനെ പ്രീതിപ്പെടുത്തുവാൻ നാം പലതും ചെയ്യാറുണ്ട്. പക്ഷേ ഈ ലോകത്തിൽ ജീവിക്കണമെങ്കിൽ മനുഷ്യനെ പ്രീതിപ്പെടുത്തണം, അല്ലെങ്കിൽ ഭർത്താവിനെ പ്രീതിപ്പെടുത്തണം, ഭാര്യയെ പ്രീതിപ്പെടുത്തണം, മക്കളെ പ്രീതിപ്പെടുത്തണം, അപ്പനമ്മമാരെ പ്രീതിപ്പെടുത്തണം എന്ന് പറഞ്ഞിട്ട് തൻ്റെ ബോസിനെ പ്രീതിപ്പെടുത്തണം, അല്ലെങ്കിൽ തൻ്റെ സ്കൂളിലെ ടീച്ചേഴ്സിനെ പ്രീതിപ്പെടുത്തണം. ഇങ്ങനെ ഓരോരുത്തരെ പ്രീതിപ്പെടുത്തുവാൻ തങ്ങൾക്ക് ബൈബിളിന് അല്ലെങ്കിൽ ദൈവ കൽപ്പനയ്ക്ക് അനുസരണമായി അല്ലാതെ വെളിയിൽ പല കാര്യങ്ങളും ചെയ്ത് കൂട്ടാറുണ്ട്. പ്രിയ ദൈവമക്കളെ, നാം ഈ സമയം നാം ആലോചിക്കേണ്ട ഒരു കാര്യം, ഒരു വിശ്വാസിയായ ഒരു ദൈവ പൈതൽ, യേശുക്രിസ്തുവിനെ വിശ്വസിക്കുന്ന ഒരു ദൈവ പൈതൽ ഈ ലോകത്ത് ഒരു മനുഷ്യനെ കണക്ക് ബോധിപ്പിക്കുന്നതിനേക്കാൾ ഉപരി നമുക്ക് ജീവനും ജീവിതവും തന്ന കർത്താവിന് കണക്ക് ബോധിപ്പിക്കണം എന്നുള്ള ആ ഒരു ബോധ്യത്തോടെയാണ് ജീവിക്കുവാൻ. കാരണം എന്തെന്ന് പറഞ്ഞാൽ, ഒരു ദിവസം നാം ന്യായാസനത്തിൻ്റെ മുമ്പിൽ നിൽക്കേണ്ടതാണ്. അന്ന് കണക്ക് കേൾക്കുന്ന ഒരു ദൈവത്തിൻ്റെ മുമ്പാണ് നാം നിൽക്കുന്നത്. നാം നിർബന്ധമായി കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. ആയതുകൊണ്ട് നമ്മുടെ ജീവിതം വിശുദ്ധിയിലും നിർമ്മലമായിരിക്കാൻ നമുക്ക് ശ്രദ്ധിക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിച്ച് വഴി നടത്തുന്ന സ്വർഗസ്ഥ പിതാവേ, ദൈവമേ, നീ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ഈ അല്പ ആയുസ്സിൽ ഈ ഭൂമിയിൽ ഞങ്ങൾ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു മനുഷ്യനെ പ്രീതിപ്പെടുത്തിക്കൊണ്ടല്ല, അങ്ങയുടെ വചനത്തിന് ഭയപ്പെട്ടുകൊണ്ട് അങ്ങയെ പ്രീതിപ്പെടുത്തുവാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കൃപ നൽകണം. ഞങ്ങളുടെ ജീവനും ജീവിതവും കർത്താവെ അങ്ങ് തന്നിരിക്കുമ്പോൾ കർത്താവെ അങ്ങേ അല്ലാതെ വേറെ ആരെയും ഞാൻ കണക്ക് ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല എന്ന് വിചാരിച്ച് ദൈവ കൽപ്പനയ്ക്ക് അനുസരണമായി ഒരു ജീവിതം ചെയ്യുവാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി നൽകി തരണം നല്ല പിതാവേ. ആമേൻ.